വിശുദ്ധ സിസ്റ്റർ മരിയ ഫൗസ്റ്റീനയ്ക്ക് കർത്താവ് തമ്പുരാൻ നൽകിയ ദർശനങ്ങളെ ധ്യാനിക്കുകയാണ് ഈ ശുശ്രൂഷ. കാൽവരിയുടെ നെറുകയിൽ നമുക്കായി ഒഴുകിയ കരുണയുടെ പ്രവാഹത്തെ ധ്യാനപൂർവം പ്രാർത്ഥനയുടെ വിഷയമാക്കുകയാണ്. കർത്താവിൻ്റെ കരുണ എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ? കർത്താവിൻ്റെ കരുണയെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു വ്യക്തിയും എൻ്റെ കരത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് പാപികളോട് പറയുക. എൻ്റെ കരുണാർദ്ര ഹൃദയത്തിൽ നിന്ന് അവർ ഓടിയകന്നാൽ എൻ്റെ നീതിയുടെ കരങ്ങളിൽ അവർ കുടുങ്ങും. കർത്താവിൻ്റെ നീതിക്ക് മുമ്പിൽ അവൻ്റെ നീതിയുടെ കരങ്ങൾ നമ്മുടെ മേൽ പതിച്ച നമ്മളിൽ ആര് മിച്ചം കാണും? നീതിയുടെ ന്യായാധിപനായി വരുന്നതിന് മുമ്പ് ഞാൻ കരുണയുടെ രാജാവായി വരും. ഇത് കരുണയുടെ കാലമാണ്. ഈ കാലം കഴിയുമ്പോൾ നീതിവിധിയുടെ കാലം വരും. യോഗ്യത നോക്കാതെ കർത്താവിൻ്റെ ഔദാര്യം അണപൊട്ടി ഒഴുകുന്ന കരുണയുടെ വാതിൽ നമുക്ക് അകത്ത് പ്രവേശിക്കാം. ഞാൻ പാപികൾക്കു വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് അവരോട് പറയുക. എനിക്കു വേണ്ടി അവരുടെ ഹൃദയം എന്ന് തുടിക്കുമെന്നറിയാൻ അവരുടെ ഹൃദയത്തുടുപ്പുകളെ ഞാൻ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു. നമ്മളും ചിന്തിക്കണേ. ഒന്ന്, പശ്ചാത്താപപൂർണമായ മനസാക്ഷിയിലൂടെ ഏത് കൊള്ളരുതായ്മ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഇരുന്നാരോ പറയുന്നില്ലേ, ഇത് ശരിയല്ല, ഇത് നിർത്താൻ സമയമായി. ഇതെന്താണെന്നറിയാമോ? കർത്താവിൻ്റെ കരുണ അകത്ത് പ്രവർത്തിക്കുകയാണ്. രണ്ട്, പരാജയങ്ങളിലൂടെ കർത്താവിൻ്റെ കരുണയിലേക്ക് തിരിച്ചു പോകാൻ സമയമായി എന്ന് പരാജയങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കും. മൂന്ന്, ചില സഹനങ്ങൾ. എല്ലാ സഹനങ്ങളും ദൈവഹിതമല്ല കേട്ടോ. ചില സഹനങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക് ടു ദ മേഴ്സി ഓഫ് അവർ ലോർഡ്. നാല്, സഭയുടെ സ്വരത്തിലൂടെ ചില പ്രബോധനങ്ങൾ, ചില പ്രസംഗങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ കർത്താവിൻ്റെ കരുണയിലേക്ക് തിരിച്ചു വരാൻ. ഇത്രയൊക്കെ ചെയ്തിട്ടും കർത്താവിൻ്റെ കരുണയിലേക്ക് നോക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ, എന്നിട്ടും അവർ എൻ്റെ കൃപകളെ നിരസിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് കോപിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾക്ക് അവരെ തനിയെ വിട്ടുകളയുകയും ചെയ്യും. അതാണ് നമ്മുടെ നാശം, അതാണ് നമ്മുടെ പതനം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഇതാ, കർത്താവ് കരുണയുടെ കരങ്ങൾ വിരിച്ചു പിടിച്ച് നമ്മളെ കാത്തിരിക്കുന്നു. അവൻ്റെ കരുണയുടെ കരത്തെ തട്ടിത്തെറിപ്പിക്കാതെ ആ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ആണിപ്പഴുതുള്ളവൻ്റെ കരുണാപൂർവമായ ആശ്ലേഷത്തിന് നമുക്ക് നിന്നു കൊടുക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.